ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനുള്ളത് പാലക്കാടാണ്. പാലക്കാട് കൽപ്പാത്തിയാണ്. നമ്മുടെ കൽപ്പാത്തി രഥോത്സവം നടക്കില്ലേ, അത് നടക്കുന്നത് നവംബർ മാസങ്ങളിലാണ്. നവംബർ മാസത്തിൽ 10 ദിവസത്തെ തേരാണ്. അപ്പോൾ ഓരോ ക്ഷേത്രത്തിൽ നിന്നും ഇങ്ങനെ തേരുകൾ വരും. ഇപ്പോൾ കൽപ്പാത്തിയിലെത്തി. അപ്പോൾ നമ്മുടെ ശരിക്കും പറഞ്ഞ യാത്രയിൽ കൂടുതലും നമ്മുടെ പാലക്കാടുള്ള പ്ലേസ് എന്ന് പറഞ്ഞാൽ വളരെയധികം നല്ല അടിപൊളി പ്ലേസ് ഉണ്ട് പാലക്കാട്. അത് കറങ്ങാൻ പറ്റിയ സ്ഥലം മലമ്പുഴയുണ്ട്, നെല്ലിയാമ്പതിയുണ്ട്, പിന്നെ കുറേ നെന്മാറ, അങ്ങനെയുള്ള കുറേ സ്ഥലങ്ങൾ പാലക്കാടുണ്ട്. നമുക്ക് കറങ്ങിയാൽ തീരില്ല എന്ന് പറയുന്നില്ല. കുറേ ഇഷ്ടംപോലെ സ്ഥലങ്ങൾ, നമ്മുടെ പ്രകൃതി രമണീയമായ ഒരുപാട് സ്ഥലങ്ങൾ പാലക്കാടുണ്ട്. അപ്പോൾ നമ്മൾ പാലക്കാട് വന്നിട്ട് ആക്ച്വലി 2 ദിവസമായി. അപ്പോൾ ഇനി കുറച്ച് ദിവസം ഉണ്ടാവും. അപ്പോൾ പാലക്കാടത്തെ കുറേ വിശേഷങ്ങൾ എത്തിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ താമസിക്കുന്ന റൂമിലാണ്. പിന്നെ ഓരോ കാര്യങ്ങളെ പറ്റി പറയാനാണെങ്കിൽ എന്ന് വെച്ചാൽ, ഇവിടെ പാലക്കാടിനെ പറ്റി പറയുമ്പോൾ കൂടുതൽ പറയേണ്ടത് നമ്മൾ ക്ഷേത്രത്തിനെ പറ്റിയിട്ടാണ്. അടുത്ത് ഒരു ശിവക്ഷേത്രം, മുരുകൻ ടെമ്പിള്, പിന്നെ ഗണപതി ടെമ്പിൾ 2 ഉണ്ട് കൽപ്പാത്തിയിൽ തന്നെ. പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ ചെറിയ ഒരു ഹനുമാൻ ടെമ്പിൾ ഉണ്ട്. അപ്പോൾ നമുക്ക് കൂടുതലും പാലക്കാടിൻ്റെ മെയിൻ ഹൈലൈറ്റ്സ് എന്ന് പറഞ്ഞ ക്ഷേത്രങ്ങളാണ്. പിന്നെ തേരാണ്. തേര് വന്നിട്ട് നവംബർ മാസത്തിലാണ് അത് തേര് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ തേരിൻ്റെ സമയത്ത് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് അടുക്കാൻ പറ്റില്ല, അത്രയ്ക്ക് തിരക്കെന്ന് പറഞ്ഞപ്പോൾ ഒരു വമ്പൻ തിരക്കാണ് ഈ 10 ദിവസം. പിന്നെ അടുത്തുള്ള കടകളിലായാലും നല്ല ഷോപ്പിലായാലും നല്ല കച്ചവടങ്ങളും ഒരുപാട് കച്ചവടങ്ങൾ നടക്കും. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കൂടുതൽ അയ്യർ ഫാമിലീസാണ്. വീട്ടിൽ കോലം വരയ്ക്കുന്ന പരിപാടിയില്ലേ, അയ്യർ ഫാമിലീസ്, നായർ ഫാമിലീസ്, പിന്നെ തമിഴ്നാട്ടിൽ നിന്ന് വന്ന് താമസിക്കുന്ന. പാലക്കാട് എന്ന് പറയുമ്പോൾ തമിഴ്നാടും കേരളം കൂടിയാണല്ലോ, കേരളം കൂടി മിക്സായ സ്ഥലമാണ്. എങ്കിലും നല്ല അടിപൊളിയാണ്. പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ പറയുന്നത്, എറണാകുളത്തൊക്കെ പറയാറുണ്ട്, നമുക്ക് സ്ഥലം മേടിക്കാനായിട്ട് പാലക്കാട് ഒന്ന് സ്ഥലം മേടിച്ച സ്ഥലത്തിന് അന്നൊക്കെയെന്ന് പറഞ്ഞാൽ 10,000 രൂപ കിട്ടുമായിരുന്നു. ഇന്ന് അങ്ങനെയല്ല കേട്ടോ. ഇന്ന് ഒരുപാട് മാറി, ഇന്ന് കാലം ഒരുപാട് മാറി. ഇപ്പം ഇന്ന് 10,000-ത്തിനൊന്നും കിട്ടില്ല. പക്ഷേ എങ്കിലും വലിയ വിലയൊന്നുമില്ല. അപ്പോൾ എറണാകുളത്തെ അപേക്ഷിച്ച് പാലക്കാടൊക്കെ ഒന്നുമില്ല. എറണാകുളത്ത് സിറ്റിയിലും എറണാകുളത്തോ പിന്നെ അങ്ങനെ ഉള്ള സ്ഥലങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ പാലക്കാട് ഇപ്പോഴും വില കുറവ് തന്നെയാണ്. എങ്കിലും ന്യായമായ വിലയുണ്ട്. പിന്നെ ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം, പറയാനുള്ള കാര്യം ചൂടാണ്. ചൂട് അതായത് എറണാകുളത്ത് പോലും 40 ആകുമ്പോൾ പാലക്കാട് വരുന്നത് 45-ന് മേലെയാണ്. ചൂട് സഹിക്കാൻ പറ്റില്ല. അടുത്ത മാസം തൊട്ട് ചൂട് തുടങ്ങും. മാർച്ച് മാസം തൊട്ട് ഭയങ്കര ചൂട് തുടങ്ങും. അപ്പോൾ ചൂടൊന്നും ഒരിക്കലും സഹിക്കാൻ പറ്റില്ല. ഇപ്പം തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം തന്നെ ചൂട് സ്റ്റാർട്ട് ചെയ്ത്. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ രീതി. അപ്പോൾ നമുക്ക് കൂടുതലും കറങ്ങാൻ പറ്റുന്ന സമയം എന്ന് വെച്ചാൽ 2 മാസം മുമ്പ് ചൂടൊന്നും ഉണ്ടായിരുന്നു. ഈ തണുപ്പ് സമയത്ത് കൂടുതൽ നമുക്ക് കറങ്ങാൻ പറ്റുന്ന സ്ഥലമാണ് പാലക്കാട്. തണുപ്പാണെങ്കിൽ തണുപ്പ്, കാറ്റാണെങ്കിൽ കാറ്റ്, ചൂടാണെങ്കിൽ ചൂട്. പക്ഷേ എങ്കിലും നല്ലൊരു അറ്റ്മോസ്ഫിയർ, നല്ല അന്തരീക്ഷം കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാര്യം ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ വളരെയധികം ഇഷ്ടപ്പെട്ടു. നമ്മുടെ പ്രകൃതി രമണീയമായ സ്ഥലം എന്ന് പറഞ്ഞാൽ നെല്ലിയാമ്പതിയിലേക്ക് പോയി കഴിഞ്ഞാൽ അടിപൊളിയാണ്. കുറച്ചുകൂടി അടിപൊളിയായിട്ട് നമുക്ക് നിൽക്കാം നെല്ലിയാമ്പതിയൊക്കെ. പിന്നെ ഒലവങ്കോട് എന്ന് പറഞ്ഞ ഭാഗത്തുണ്ട്, ഒലവങ്കോടേക്ക് പോവാം. അവിടെയും അത്യാവശ്യം ചെറിയ ടൗണാണ്. പിന്നെ നെന്മാറയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഗ്രാമീണ ഭംഗി എന്ന് പറയില്ലേ, അപ്പോൾ അങ്ങനെയൊക്കെയാണ് നെന്മാറ, നെല്ലിയാമ്പതി, മലമ്പുഴ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കൂൾ ടൈമിനൊക്കെ ടൂർ പോയ സ്ഥലമാണ് ഈ മലമ്പുഴയൊക്കെ. അപ്പോൾ ഇവിടുന്ന് കുറച്ചുണ്ട്. ഇപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, ഇപ്പം ഞാൻ കറൻലി നിൽക്കുന്നത് നമ്മുടെ കൽപ്പാത്തിയിലാണ്. കൽപ്പാത്തി തേര് നടക്കുന്ന സ്ഥലത്താണ്. ഇപ്പം ഞാൻ താമസിക്കുന്ന റൂമിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടുന്ന് കുറച്ചുള്ളൂ, ഇവിടുന്ന് 2 അടി നടന്നാൽ മതി. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വിശേഷങ്ങളാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ കാണുന്നവരെ നമസ്കാരം.